നാടൻപാട്ട് മത്സരത്തിൽ കാണികളെ കയ്യിലെടുത്ത് കണ്ണൂരിൽ നിന്നുള്ള കുട്ടികൾ തൊണ്ടച്ചൻ തെയ്യത്തിന്റെ തോറ്റം നാടൻപാട്ടായി അവതരിപ്പിച്ചപ്പോൾ കാണികളും കൂടെ കൂടി. പല നാടുകൾക്ക് പല താളമാണ് കേരളത്തിൽ. അങ്ങനെ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള പല നാടുകളിൽ അറിയുന്നതും അറിയാത്തതുമായ താളങ്ങളാണ് നാടൻപാട്ട് വേദിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ണൂരിൽ നിന്നുള്ള ഒരു ടീമാണ് അല്പസമയം മുൻപ് അവരുടെ പ്രകടനം കഴിഞ്ഞു. നമുക്ക് അവരെ പരിചയപ്പെടാം. മോനെ പേരെന്താ, ഏതാ സ്കൂള്? അദ്രിനാഥ് സെന്റ് മൈക്കിൾസ് സ്കൂളിൽ പഠിക്കുന്നു, കണ്ണൂർ. അപ്പോൾ എല്ലാവരും ഒന്ന് പേര് പറഞ്ഞ് പെട്ടെന്ന് പരിചയപ്പെടാം. അദ്വൈത്, ആദിത്യൻ ഷാജി, ദേവാങ്ക് കെ, ഋഷഭ്, ഇവാൻ, അഫ്രോസ് അൻവർ. ഇനി ഇവരുടെ പരിശീലനം കൂടി ഉണ്ട്. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് എന്തായിരുന്നു നിങ്ങളുടെ നാടൻപാട്ടിൻ്റെ ഒരു തീം എന്തായിരുന്നു? എന്നുവെച്ചാൽ ഈ മലബാർ ഭാഗത്ത് കൂടുതൽ കണ്ടുവരുന്ന ഒരു തെയ്യമാണ് വളയങ്ങാട് തൊണ്ടച്ചൻ. ആ തെയ്യത്തിൻ്റെ തോറ്റായിട്ടാണ് നമ്മൾ ഈ നാടൻപാട്ട് പാടിയത്. സദസ്സിൽ വലിയ കയ്യടിയായിരുന്നു. മാത്രമല്ല നിങ്ങളുടെ പാട്ടിനൊപ്പം സദസ്സാകെ ആ ഒരു പാട്ടിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം പാട്ടൊന്ന് കേട്ടാലോ. ദൈവം വാഴ്ക പോ ലീഗ പോ ലീഗ പോ ലീഗ, ദൈവം വാഴ്ക പോ ലീഗ പോ ലീഗ പോ ലീഗ. ഏതായാലും ഈ തെയ്യത്തിൻ്റെ തോറ്റമൊക്കെ കേട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയും പെട്ടെന്ന് അതിൻ്റെ എന്താണ് ഒരു ഫീലിംഗ് എന്നുള്ളത്. ഇവരെ പരിശീലിപ്പിച്ച ഇവരുടെ അധ്യാപകൻ കൂടിയുണ്ട്. എങ്ങനെയാണ് ഇവരുടെ ഒരു പരിശീലനമൊക്കെ എങ്ങനെയാണ് അത് പരിചയപ്പെടാം? എൻ്റെ പേര് ശരത് കുമാർ. എൻ്റെ വീട് അത്താഴക്കുന്നാണ്, കണ്ണൂർ ജില്ലയിൽ. എത്ര സമയം എടുത്ത് വരുന്നത് പഠിക്കാൻ വേണ്ടി? നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ പ്രാക്ടീസ് തുടങ്ങിയതാണ്. അപ്പോൾ രാവിലെ 8 മണിക്ക് ഇവരെല്ലാവരും എത്തും. എത്ര ദൂരത്തുണ്ടെങ്കിലും രാവിലെ 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 9 മണി വരെ. അതിനുശേഷം പിന്നെ ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ ഡെയിലി പ്രാക്ടീസ്. അതാണ്. ഏതായാലും ഇനി റിസൾട്ട് കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ വരട്ടെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ക്യാമറ പേഴ്സൺ അലോഷിക്കൊപ്പം നിഖിൽ അളവൂർ, ടീം ന്യൂസ് മലയാളം.